നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ ഇത്തവണ കോൺഗ്രസ് തന്നെ മത്സരിക്കും. സീറ്റ് വിട്ടുകൊടുക്കാൻ RSP തീരുമാനിച്ചു. മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യമായാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകളിൽ 3 പേരുകളാണുള്ളത്. മനോജ് മയിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, മട്ടന്നൂരിൽ ഇത്തവണ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. 3 പേരുകളാണ് ചർച്ചകളിലുള്ളത്. ആരാണ് അവരൊക്കെ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രതിഭ, മട്ടന്നൂർ എന്നും CPM-ന്റെ ഒരു ഉരുക്കുകോട്ടയാണ്. ഈ മണ്ഡലം ഘടകകക്ഷികൾക്ക് ഒരു എണ്ണം ഒപ്പിക്കാനുള്ള ഒരു സീറ്റ് എന്നുള്ള രീതിയിൽ നൽകാറാണ് പതിവ്. കഴിഞ്ഞ തവണ RSP ആണ് അവിടെ മത്സരിച്ചത്. ഇല്ലിക്കൽ അഗസ്തിയായിരുന്നു സ്ഥാനാർത്ഥി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് ഇല്ലിക്കൽ അഗസ്തി KK ശൈലജയോട് അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 60,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് തന്നെ ഘടകകക്ഷികൾക്ക് ഈ സീറ്റ് നൽകുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കമുണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഇത് സംബന്ധിച്ച്, അതായത് സീറ്റ് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPCC-ക്ക് അടക്കം കത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കത്ത് കണ്ണൂർ വിഷൻ പുറത്തുവിട്ടതോടുകൂടി വലിയ രീതിയിൽ ചർച്ചയായി. ഈ സീറ്റ് ഏതു വിധേനയും ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലേക്ക് സംസ്ഥാന തലത്തിലും കോൺഗ്രസിൽ ചർച്ചകൾ നടന്നു. അങ്ങനെ ഉഭയകക്ഷി ചർച്ചകൾ നടന്നപ്പോൾ RSP-യുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തന്നെ ഈ സീറ്റ് ഇത്തവണ തങ്ങൾക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ മട്ടന്നൂർ വിട്ടു നൽകാൻ RSP തീരുമാനിക്കുകയായിരുന്നു. RSP ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയും മട്ടന്നൂരിൽ ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു ധാരണയിലും എത്തിയിരുന്നു. മട്ടന്നൂരിന് പകരം മറ്റൊരു സീറ്റ് RSP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചാത്തന്നൂരാണ് അവർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സീറ്റ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അതായത് CPI-യിൽ നിന്നും രാജിവെച്ച് RSP-യിൽ ചേർന്ന ഒരു നേതാവിന് മത്സരിക്കാൻ ചാത്തന്നൂർ ഇത്തവണ തങ്ങൾക്ക് വേണം എന്നൊരു ആവശ്യം RSP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ്. പക്ഷേ എങ്കിൽ കൂടി ഇത്തവണ മട്ടന്നൂരിൽ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ RSP-യുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഇത്തവണ മട്ടന്നൂരിൽ ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി കോൺഗ്രസ് അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചയും ഉണ്ടാകും. അന്തരീക്ഷത്തിൽ തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നതാണ്. കനകോലുവിൻ്റെ ഒരു സർവേ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ മണ്ഡലം അടിസ്ഥാനത്തിലൊക്കെ നടക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ പെട്ട പ്രധാനപ്പെട്ട 3 പേരുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ഒന്ന് KPCC-യുടെ സെക്രട്ടറിയായ ചന്ദ്രൻ തില്ലങ്കേരിയാണ്. A ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ചന്ദ്രൻ തില്ലങ്കേരി. നേരത്തെ A ഗ്രൂപ്പാണ് ഇരിക്കൂറിൽ മത്സരിച്ചിരുന്നത്. ഇരിക്കൂറിൽ അവരിൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുത്തതിന് ശേഷം അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് ലഭിക്കണം എന്നൊരു ആവശ്യം ശക്തമായ നേതൃത്വത്തിന് മുമ്പാകെ വെക്കുന്നുണ്ട്. ആ സ്ഥലത്താണ് ചന്ദ്രൻ തില്ലങ്കേരിയുടെ പേര് മട്ടന്നൂരിൽ ഉയർന്നു കേൾക്കുന്നത്. ചന്ദ്രൻ തില്ലങ്കേരിക്ക് ഈ മട്ടന്നൂരിൽ മത്സരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലെങ്കിൽ കൂടി ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു A ഗ്രൂപ്പിനൊരു അംഗീകാരം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അവിടെ ഉറപ്പായും 1ാം പേരുകാരനായി ചന്ദ്രൻ തില്ലങ്കേരി എത്താൻ സാധ്യതയുണ്ട്. ചന്ദ്രൻ തില്ലങ്കേരിക്ക് മറ്റ് ഏതെങ്കിലും കണ്ണൂർ ഉൾപ്പെടെയുള്ള ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് നൽകണം എന്നൊരു ആവശ്യം A ഗ്രൂപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി നേതൃത്വം എങ്ങനെ തീരുമാനിക്കും എന്നതിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ തില്ലങ്കേരിയുടെ പേര് മട്ടന്നൂരിൽ പറഞ്ഞു കേൾക്കുന്നു. അതോടൊപ്പം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അടക്കം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും ഇത്തരത്തിൽ ഒരു പരിഗണന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മട്ടന്നൂരിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ അവിടെ ഒറ്റ പേര് മാത്രമാണ് വരാൻ സാധ്യത. അത് ഫർസീൻ മജീദാണ്. ഈ വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചതിലൂടെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഫർസീൻ മജീദ്. ഫർസീൻ മജീദിനെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നതുകൂടിയാണ് ഫർസീൻ മജീദിന് അനുകൂലമായി വരുന്ന ഒരു ഘടകം. യൂത്ത് നേതാവ് എന്നുള്ള പരിഗണന കൂടി ഫർസീൻ മജീദിന് ലഭിക്കും. അങ്ങനെ ഫർസീൻ മജീദിനെ അവിടെ മത്സരിപ്പിക്കണം എന്ന ചർച്ച യൂത്ത് കോൺഗ്രസിലുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. ആ രീതിയിലൊക്കെ വരുമ്പോൾ ഫർസീൻ മജീദിനും ഒരു വലിയ സാധ്യതയാണ് അവിടെ കൽപ്പിക്കപ്പെടുന്നത്. നേരത്തെ ഈ കത്ത് പുറത്തു വിട്ടുകൊണ്ട് ഫർസീൻ മജീദ് അവിടെ മത്സരിക്കും എന്ന് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തത് മുതൽ ഫർസീൻ മജീദ് ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നു. അവരുടെ പാർട്ടി അണികളിലും ആ രീതിയിൽ തന്നെയുള്ള ചർച്ചകളാണ് വന്നിട്ടുള്ളത്. മറ്റൊരു പേര് രാജീവൻ എളിയാവൂരിൻ്റെതാണ്. രാജീവൻ എളിയാവൂരിന് അനുകൂലമായി വരുന്ന ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായി DCC-യുടെ ചുമതല
DCC ഒരു ചുമതല, മട്ടന്നൂരിൻ്റെ ഒരു ചുമതല നൽകിയിട്ടുള്ളത് രാജീവൻ എളയാവൂരിനാണ്. DCCയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചുമതല നൽകിയിട്ടുണ്ട്. 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ തവണ ഈ മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ രാജീവൻ എളയാവൂരിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നത്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനമാണ് അവിടെ UDF കാഴ്ചവെക്കുകയും ചെയ്തത്. വലിയ പരാജയം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്നും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് UDFന് കഴിഞ്ഞിട്ടുണ്ട്. അത് രാജീവൻ എളയാവൂരിൻ്റെ കൂടി നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഒരു മികവ് എന്നുള്ളൊരു അംഗീകാരം കൂടി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് രാജീവൻ എളയാവൂരിൻ്റെ പേര് അവിടെ ചർച്ചയിലേക്ക് വരുന്നത്. എന്തായാലും ഈ 3 പേരുകളാണ് കോൺഗ്രസ് പ്രധാനമായും പരിഗണിക്കുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇവിടെ ഇതിൽ 3-ൽ ഒരാൾ എന്നുള്ള രീതിയിലല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയും അവിടെ വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മട്ടന്നൂരിൽ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കും, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും, അത് ഉറപ്പായിരിക്കുകയാണ്. അതാണ് ഈ RSP മട്ടന്നൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ തീരുമാനിച്ചു എന്ന വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതലായ കാര്യം. അത് അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം KPCCയും അതോടൊപ്പം തന്നെ RSPയും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതിഭ.